ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള 4000 പേരെ അപ്പം വർദ്ധിപ്പിച്ച് സംതൃപ്തരാക്കുന്ന വചനഭാഗമാണ്. യേശു 2-ാം പ്രാവശ്യവും അപ്പം വർദ്ധിപ്പിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിലും വിശുദ്ധ മത്തായിയിലും കാണാൻ കഴിയും. അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ അത്ഭുതം മർക്കോസ് 6:34 മുതൽ 44 വരെയുള്ള 5 അപ്പം വർദ്ധിപ്പിക്കുന്ന വിവരണത്തോട് ഏറെ സാമ്യമുള്ളതും എന്നാൽ വിശദാംശങ്ങളിൽ വ്യത്യസ്തവുമാണ്. ഒരേ സംഭവം യഹൂദ ക്രൈസ്തവരുടെയും വിജാതി ക്രൈസ്തവരുടെയും 2 വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്ന് വിവരിക്കുന്നതാണെന്ന് പല ചിന്തകരും കരുതുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ 2ാമത്തെ അത്ഭുതം നടക്കുമ്പോൾ 4000 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് വിജാതിയരുടെ ഇടയിലുള്ള യേശുവിൻ്റെ ജനസമ്മതിയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന് അവരോട് അനുകമ്പ തോന്നുന്നു. യേശുവിൻ്റെ അനുകമ്പയുടെ തീവ്രത കാണിക്കാൻ ജനത്തിൻ്റെ ദയനീയ അവസ്ഥ വിശുദ്ധ മർക്കോസ് വരച്ചു കാട്ടുന്നു. അവർ ദൂരെ നിന്ന് വന്നവരാണ്. 3 ദിവസമായി അവർ യേശുവിനോട് കൂടെയായിരുന്നു. അവർക്ക് ഭക്ഷിക്കാൻ ഇല്ലായിരുന്നു. അവർ 3 ദിവസമായി യേശുവിനോടൊപ്പം ഇരുന്ന് വചനം ശ്രവിച്ചവരാണ്. വചനശ്രവണമാണ് അപ്പം വർദ്ധിപ്പിക്കലിലേക്ക് നയിക്കുന്നത്. വചനശ്രവണം തന്നെയായിരിക്കണം നമ്മെ വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കേണ്ടത്. കാരണം അപ്പം വർദ്ധിപ്പിക്കൽ വിശുദ്ധ കുർബാനയുമായി യോജിച്ചു പോകുന്ന അത്ഭുതമാണ്. ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി വചനപ്രഘോഷകരും സഭാശുശ്രൂഷകരും ജനത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അനുകമ്പ വചനപ്രഘോഷകരുടെ മുഖമുദ്രയായി മാറണം. കേൾവിക്കാരെ മുറിപ്പെടുത്തിയും കുറ്റം പറഞ്ഞും വചനം പ്രഘോഷിക്കുവാൻ പാടില്ല. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2:16 പറയുന്നു, ഒരു സഹോദരനോ സഹോദരിക്കോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് കൊടുക്കാതെ സമാധാനത്തോടെ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യേശു ശിഷ്യരെ പ്രേരിപ്പിക്കുന്നു. പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ ഏഡർ ഷെയ്മിൻ്റെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ ഗലീലയുടെ ശുശ്രൂഷയുടെ അവസാനത്തിലും വിജാതിയരുടെ ഇടയിലെ ശുശ്രൂഷയുടെ അവസാനത്തിലും തൻ്റെ കുരിശിലെ ബലിക്ക് മുന്നേയും യേശു അപ്പം പങ്കുവയ്ക്കുന്നു. രണ്ടാമതായി ദൈവം നൽകുന്ന അപ്പം യഹൂദർക്ക് മാത്രമല്ല വിജാതിയർക്കും കൂടിയുള്ളതാണ്. യേശു സ്വജാതിയരുടെ ഇടയിൽ 5 അപ്പം വർദ്ധിപ്പിക്കുന്നു, വിജാതിയരുടെ ഇടയിൽ 7 അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് അന്ത്യത്താഴത്തിലാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് യേശു വന്നത് എല്ലാവരെയും രക്ഷിക്കാനാണ്. സുജാതിയരെയും വിജാതിയരെയും അവിടുന്ന് ലോകത്തിലെ രക്ഷകനാണ്. വിശുദ്ധ കുർബാന മനുഷ്യ വിമോചന ദ്രവ്യമാണ്. മൂന്നാമതായി ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവുമായുള്ള ബന്ധവും ഐക്യവുമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും അത്ഭുതത്തിൻ്റെ ശക്തി പിതാവുമായുള്ള ഐക്യത്തിൽ നിന്നുമാണെന്ന് വ്യക്തമാക്കുന്നു. പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ഏറെ ഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. ഓരോ ഭക്ഷണത്തിന് മുമ്പും ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നും യേശു നമുക്ക് മാതൃക കാട്ടിത്തരുന്നു. നാലാമതായി യേശുവിലൂടെ ശിഷ്യരും ശിഷ്യരിലൂടെ യേശുവും പ്രവർത്തിക്കുന്നു. ശിഷ്യർ കരുതിയിരുന്ന 7 അപ്പവും മത്സ്യവുമാണ് യേശു വർദ്ധിപ്പിക്കുന്നത്. അത് വിളമ്പാൻ ശിഷ്യരെ ഫലമേൽപ്പിക്കുന്നു. ഈ അത്ഭുതത്തിൽ ദൈവശാസ്ത്ര വശം വ്യക്തമാക്കുന്നതാണ്. ശിഷ്യരുടെ കയ്യിൽ 7 അപ്പം ഉണ്ടായിരുന്നു എന്നതും അവശേഷിച്ച കഷണങ്ങൾ 7 കുട്ടം നിറയെ ശേഖരിച്ചു എന്നതും വിജാതിയരുടെ ഇടയിലുള്ള പ്രേക്ഷിത ദൗത്യത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 7. അന്നറിയപ്പെട്ടിരുന്ന 70 വിജാതി രാജ്യങ്ങളെ ആകാം ഈ സംഖ്യ സൂചിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വിജാതിയരുടെ ഇടയിൽ ശുശ്രൂഷയ്ക്കായി 7 ഡീക്കന്മാരെ നിയമിക്കുന്നതായും നമുക്ക് കാണാം. 5000 പേർ ഭക്ഷിച്ച ശേഷം 12 കുട്ടം നിറയെ അപ്പം ബാക്കി വന്നു. 4000 പേർ ഭക്ഷിച്ച ശേഷം 7 കുട്ടം നിറയെ അപ്പം ബാക്കി വന്നു.
കൂടുതൽ വിശ്വാസമുള്ളവർ കൂടുതൽ വചനം സ്വീകരിക്കുന്നത് കൊണ്ട് കുറച്ച് മാത്രമേ ബാക്കി വരുന്നുള്ളൂ. വിശുദ്ധ ജെറോം പറയുന്നു, ഇനിയും പഠിക്കാൻ കുറച്ച് വചനം മാത്രം മിച്ചം വരത്തക്ക രീതിയിൽ വചനമാകുന്ന അപ്പം നമ്മൾ കൂടുതൽ ഭക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഞ്ചാമതായി, മനുഷ്യർ അവരുടെ പങ്ക് നിസ്വാർത്ഥമായി ചെയ്താൽ ബാക്കി ദൈവം നോക്കിക്കൊള്ളും. ശിഷ്യർ അവരുടെ പക്കലുണ്ടായിരുന്ന അപ്പം യേശുവിൻ്റെ പക്കൽ സമർപ്പിച്ചു. അത് അത്ഭുതമായി മാറി. ചെറിയ കാര്യങ്ങളിലൂടെ വെളിവാക്കപ്പെടുന്ന നിസ്വാർത്ഥതയും സ്നേഹവും യേശു വിലപ്പെട്ടതായി കരുതുന്നു. മനുഷ്യ സഹകരണമാണ് ദൈവിക അത്ഭുതങ്ങൾക്കും ദൈവിക പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനം. ആറാമതായി, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ശ്രദ്ധയോടും നന്ദിയോടും ഉപയോഗിക്കാനാകണം. ബാക്കി വന്ന അപ്പം അവർ ശേഖരിച്ച് സൂക്ഷിച്ചു. ദൈവം നൽകുന്ന വളർച്ചയും പുരോഗതിയും ദൂർത്തടിക്കാനുള്ളതല്ല, ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയാനുമുള്ളതുമല്ല. യേശുവിനെ വചനത്തിലൂടെ ശ്രവിക്കുകയാണ് വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കേണ്ടത്. യേശുവിൻ്റെ അടുക്കൽ വന്ന് വചനം ശ്രവിക്കുന്നവരെ യേശു സംതൃപ്തരാക്കും. തൻ്റെ ശരീരരക്തങ്ങൾ നൽകി പരിപോഷിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തും. വചന സന്ദേശം ഉൾക്കൊണ്ട് ദൈവഹിതം നിറവേറ്റുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.